ഒപ്പമുണ്ടാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായി എന്നറിയപ്പെടുന്ന ഫെനി നൈനാന്റെ പേര് കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു AR ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. പതിവ് ചിരിയൊന്നും വിടുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസിനൊപ്പം വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞു. തീർച്ചയായിട്ടും AR ക്യാമ്പിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കൂടുതൽ പോലീസ് സേനയെ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് പോലീസ് വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. പീഡന കേസിൽ വാഹനം പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് സംഘം SIT സംഘം നീങ്ങുകയാണ്. വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകുന്നു. SIT മേധാവി G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ദീർഘനേരം ചോദ്യം ചെയ്തത്. പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും പോലീസ് വാഹനം നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇനി വൈദ്യപരിശോധനയാണ്. ഡിജിറ്റൽ തെളിവുകളടക്കം കൊണ്ടുവന്നുകൊണ്ടാണ് SIT രാഹുലിനെ ചോദ്യം ചെയ്തത്. പലതിനും രാഹുലിന് മറുപടിയില്ലായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. രാഹുലിന്റെ ഫോണുകൾ SIT സംഘം പിടിച്ചെടുത്തിരിക്കുന്നു. മറ്റ് 2 കേസുകളിൽ നിന്ന് വിഭിന്നമായി മൂന്നാമത്തെ കേസിൽ സാമ്പത്തിക ചൂഷണവും നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. യുവതികളുമായുള്ള ശാരീരിക ബന്ധത്തിൽ സ്ഥിരം രീതികൾ രാഹുൽ ഈ കേസിലും അവലംബിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തൽ, ഉപദ്രവിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, ശാരീരികമായി ഉപദ്രവിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ പരാതിയിലുമുണ്ട് എന്നുള്ളതാണ്. റഹീസ് റഷീദ് ഇപ്പോൾ ഈ വാഹനത്തിന് പുറകിലുണ്ട്. റഹീസ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടലുമായുള്ള പോലീസ് വാഹനം നീങ്ങുകയാണ്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വൈദ്യപരിശോധന നടക്കാനിരിക്കുന്നു. ആശുപത്രിക്ക് മുന്നിലും പോലീസുകാരെ വിന്യസിച്ചു എന്നുള്ള വിവരങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് ആശുപത്രിയിലേക്ക് റഹീസ്? സ്മൃതി, ഒരു 2-3 മിനിറ്റ് കൊണ്ട് അടൂരിലെ ക്യാമ്പിൽ നിന്ന് ജനറൽ ആശുപത്രിയിലെത്തിക്കും. അവിടുത്തെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി അവിടെ ഡോക്ടർമാരുടെ സംഘത്തെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. സുരക്ഷാ സന്നാഹവും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. 5 വാഹനം അകമ്പടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരെ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2 കോടതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് കസ്റ്റഡി ചോദിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. കസ്റ്റഡി ചോദിച്ചാൽ, കസ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള നീക്കങ്ങൾ ഇനി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരണം. സാധാരണഗതിയിൽ പത്തനംതിട്ട സബ് ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കൊട്ടാരക്കര ജയിലിലേക്കോ തിരുവനന്തപുരം ജയിലിലേക്കോ ആണോ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകേണ്ടത്.